ഇത് ചായ മനസ എന്ന് പറയുന്ന ഒരു സസ്യമാണ്. സസ്യം എന്ന് പറയുമ്പോൾ ഒരു ചീര വിഭാഗത്തിൽ വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള, ഒത്തിരി ഉപയോഗമുള്ള ഒരു ഇലയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് കപ്പയുടെ ഇലകൾ പോലെയൊക്കെ അല്പം ഇതിനൊരു കട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായത് ഹൈഡ്രോസയാനിക് ആസിഡ് ഇതിന് ഒരു കയ്പ്പ് രസമൊക്കെ നൽകും. അതുകൊണ്ട് ഇതിനെ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ശേഷം ഇത് നല്ലപോലെ വേവിച്ചിട്ട് നമുക്കിത് തോരൻ വയ്ക്കുക അങ്ങനെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് കൂടുതലും പച്ചയ്ക്ക് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് മൺപാത്രങ്ങളിൽ വയ്ക്കുന്നതാവും കൂടുതൽ നല്ലതായിട്ടുള്ള. അലുമിനിയത്തെക്കാട്ടിലും നല്ലത് മൺപാത്രത്തിൽ പാചകം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് ഈ ഇതിൽ ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് സഹായിക്കും. രക്തോൽപാദനം മാത്രമല്ല, രക്തപ്രവാഹം ശരിയായി നടക്കാനും ഇതേറെ നല്ല ഒരു ഇലയാണ്. അത് മാത്രമല്ല, വിളർച്ചയ്ക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് ഈ ഒരു ചായ മനസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗർഭിണികൾക്കും കഴിക്കാം, കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, എല്ലിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ബീറ്റ കരോട്ടിൻ, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, റൈബോഫ്ലാവിൻ എന്നിവ ഇതിലുണ്ട്. അപ്പോൾ അതിന് തടി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്.